അടുത്തതായിട്ട് പഠിക്കുന്നത് ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സ് are the more important instrument for raising long-term debt capital. ഇതൊരു കടം മേടിക്കൽ എന്നാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. പബ്ലിക്കിൽ നിന്നും ഒരു കടം മേടിക്കൽ, അതിനൊരു ഡിബെഞ്ചറിൻ്റെ ലെറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിഫറൻസ് ഷെയറിനേക്കാളും കുറവായിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ്. പ്രിഫറൻസ് ഷെയറിന് ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്നാൽ ഡിബെഞ്ചേഴ്സിന് അത്രയും ഇൻട്രസ്റ്റ് ഇല്ല. പബ്ലിക്കിൽ നിന്ന് ഒരു കടം മേടിക്കൽ, ഒരു കമ്പനി ഡിസ്ക്ലോഷർ സമയത്ത് ഇത് ഒരു ലോൺ എടുത്ത് തിരിച്ചടയ്ക്കുന്ന പോലെ തന്നെ ഇതിന് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു സാധനമാണ്. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഹോൾഡേഴ്സിന് അത്രയും പണം തിരിച്ചു കൊടുത്തിരിക്കണം. ഇതിന് അവർക്ക് കിട്ടുന്നത്, ഈ ഡിബെഞ്ചറിന് ഒരു കടം കൊടുക്കൽ, അതിന് അവർക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് കിട്ടും. ഷെയറിന് അവർക്ക് കിട്ടുന്നത് ഡിവിഡൻഡ് ആണെങ്കിൽ ഡിബെഞ്ചറിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഒരു ഷെയറിന് ഡിവിഡൻഡ് കിട്ടുന്ന പോലെ ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കിട്ടാൻ, പക്ഷേ ഇതിനകത്ത് നിന്ന് കടം മേടിക്കുകയാണ്. ലോൺ പോലെ ജനങ്ങളിൽ നിന്നും പബ്ലിക്കിൽ നിന്നും വാങ്ങുന്നതാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഈ ഇൻട്രസ്റ്റ് ഒന്നുകിൽ 6 മാസത്തിനകമോ അല്ല 1 വർഷമോ കൂടിയിരിക്കുമ്പോഴായിരിക്കും സാധാരണയായിട്ട് കിട്ടുന്നത്. Public issue of debenture required that the issue of credit by the credit rating agency like CRISIL, Credit Rating and Information Service of India Limited, അതിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള ആ റേറ്റ് ആയിരിക്കണം അതിന് ഡിബെഞ്ചേഴ്സിന് കൊടുക്കേണ്ടത്. ഓൺ ആസ്പെക്ട് ലൈക്ക് ട്രാക്ക് റെക്കോർഡ് ഓഫ് ദി കമ്പനി, ഇറ്റ് പ്രോഫിറ്റബിലിറ്റി, ഡെപ്റ്റ് സർവീസ് ക്യാപിറ്റൽ, ക്രെഡിറ്റ് വർത്ത്ലെസ് ആൻഡ് ദി റിസീവ്ഡ് റിസ്ക് ഓഫ് ലെൻഡിങ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലുള്ള റെക്കോർഡ്സ്, അതിൻ്റെ ഡെപ്റ്റ് സർവീസ് കപ്പാസിറ്റിയെ, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ, അതിൻ്റെ ക്രെഡിറ്റിൻ്റെ വർത്ത്നെസ്, അതിൻ്റെ ലെൻഡിങ്ങിൻ്റെ റിസ്ക്, ഇത് കാര്യങ്ങളെല്ലാം ആ ഒരു CRISIL പറഞ്ഞിരിക്കണം. CRISIL എന്ന് വെച്ചാൽ ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ. ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ. ഇനി അതിന് മെറിറ്റ്സ് നോക്കാം. മെറിറ്റ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ്. It is preferred by investors who want fixed income or lesser risk. ഫിക്സഡ് ഇൻകം ആയിരിക്കണം. ഫിക്സഡ് ഇൻകം ആൻഡ് ലെസർ റിസ്ക്. വെഞ്ചർ ഹോൾഡേഴ്സിന് പ്രത്യേകിച്ച് റിസ്കുകളൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ഡിബെഞ്ചേഴ്സ് എടുക്കാം. ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഫിക്സഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ലാഭം നഷ്ടവും ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഡിബെഞ്ചേഴ്സ് ആർ ഫിക്സഡ് ചാർജ് ഫണ്ട് ആൻഡ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. അതൊരു ഫിക്സഡ് പാർട്ട് ഓഫ് ചാർജ് ആണ്. എന്നുവെച്ചാൽ ഒരു ലോൺ നമ്മൾ എടുക്കുമ്പോൾ തിരിച്ചടയ്ക്കുന്ന മുടക്ക്. ഡിബെഞ്ചർ ഫിക്സഡ് ചാർജ് ഫണ്ടാണ്. ആൻഡ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. അതിൻ്റെ പ്രോഫിറ്റിനകത്തൊന്നും അത് നോക്കുന്ന പോലില്ല. നോട്ട് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ profit of the company. Third point, the issue of debentures is suitable in the situation when the sale and earnings are relatively stable. ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഏറ്റവും ഗുണമാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സെയിലും പർച്ചേസും, അല്ലെങ്കിൽ സെയിലും അതിൻ്റെ ഏണിങ്സും
അത് സ്റ്റേബിളായിട്ടിരിക്കുമ്പോഴാണ്. ഇപ്പോൾ പർച്ചേസ് ചെയ്തതിൻ്റെ അത്രയും സാധനം തന്നെ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത്രയും ഏണിങ്സൊക്കെ കിട്ടി. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി സിറ്റുവേഷനാണ് എന്താ ഇങ്ങനെ വന്ന ഈ ഒരു മാർജിനേക്കാളും ഒരു ഉയർന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിനെ മാർജിൻ്റെ അതിലേക്കുള്ള പോകുന്ന സിറ്റുവേഷൻ ഒത്തിരി താന്നല്ലാതെ ഒത്തിരി ഹൈ ലെവലിലാണ് ഇപ്പം ഡിഫറൻസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സ്റ്റേബിലിറ്റി പൊസിഷനിൽ പോകുന്ന ഒരു കമ്പനിക്ക് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാൻ നല്ലതാണ്. ആ സമയത്തൊക്കെ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് അതിനകത്ത് ഫണ്ട് റേസ് ചെയ്യുകയും അതോടുകൂടി അതിൻ്റെ ഏണിങ്സ് കൂട്ടാനൊക്കെ സഹായിക്കും. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലാത്ത കണക്ക് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും നോ വോട്ടിംഗ് റൈറ്റ്സ്. അവരും കമ്പനിയുടെ മാനേജ്മെൻറ്റ് പങ്കെടുക്കുന്നില്ല. അവർ കമ്പനിയുടെ ഓണേഴ്സ് ഒന്നുമല്ല. അഞ്ചാമതായിട്ട്, ഫിനാൻസിങ് ത്രൂ ഡിബെഞ്ചേഴ്സ് ഈസ് ലെസ് കോസ്റ്റ്ലി ആസ് കമ്പയർഡ് ടു കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഓർ ഇക്വിറ്റി ക്യാപിറ്റൽ ആസ് ദി ഇൻട്രസ്റ്റ് പെയ്ഡ് ഓഫ് ദി ഡിബെഞ്ചർ ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ. നമ്മൾ ഷെയർസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് ടാക്സ് ഡിഡക്റ്റബിൾ അല്ല, ടാക്സിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്ന സാധനമല്ല. അത് അവർക്ക് കൊടുക്കേണ്ട ഡിവിഡൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതൊരിക്കലും ടാക്സിൽ നിന്ന് കുറയുന്നൊരു കാര്യമല്ല. പക്ഷേ ഈ ഡിബെഞ്ചറിൻ്റെ കൊടുക്കുന്ന പൈസ ടാക്സിൽ നിന്ന് കുറയുകയും പിന്നീട് അതുപോലെ തന്നെ ഈ ഷെയറിനേക്കാളും കുറച്ച് പൈസ, ലെസ് എമൗണ്ട് മാത്രമാണ് ഇതിനെ കൊടുക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനേക്കാളും കുറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും എപ്പോഴും ഡിബെഞ്ചർ ഹോൾഡേഴ്സിനുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എടുക്കുന്നതിനേക്കാളും കുറഞ്ഞ ഒരു റേറ്റ് ആയിരിക്കും. അത്രയും കുറച്ച് പൈസ മാത്രം കൊടുത്താൽ മതി. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് പൈസ മാത്രം ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്താൽ മതി. അപ്പം ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എടുക്കുമ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കുറച്ച് പൈസയാണ് കൊടുക്കാൻ, ഏറ്റവും കുറച്ച് പൈസ കൊടുത്താൽ മതി. കാരണം വെച്ചാൽ ഏറ്റവും കുറച്ച് ഒരു ഷെയർ ഹോൾഡേഴ്സിനേക്കാളും ഒരു കടം മേടിച്ച ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ്, ഡിബെഞ്ചറിൻ്റെ ലിമിറ്റേഷൻസ്. ആസ് എ ഫിക്സഡ് ചാർജ് ഇൻസ്ട്രുമെൻറ്റ്സ്, debentures are put a permanent burden on the earnings of a company. There is a greater risk of when earnings of a company is fluctuate. ഒരു കമ്പനിയുടെ ഏണിങ്സ് ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി പൊസിഷൻ പോവുകയാണെങ്കിൽ മാത്രമേ ഡിബെഞ്ചേഴ്സിന് കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ചിലപ്പോൾ താഴോട്ട് പോകാം, ചിലപ്പോൾ മേലോട്ട് പോകാം. നമ്മൾക്കറിയാം ബിസിനസ് അൺസേർട്ടൺ ഫ്യൂച്ചറാണുള്ളത്. അൺസർട്ടൺ ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലാഭമാകാം അല്ലെങ്കിൽ നഷ്ടമാകാം, ഏത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ലാഭമായാലും നഷ്ടമായാലും ഇതൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാണ് കൊടുക്കേണ്ടത്. ഫിക്സഡ് ചാർജ് ഇൻട്രസ്റ്റാണ് ഇത് ചെയ്യുന്നത്. അപ്പം ലാഭമായാലും നഷ്ടമായാലും ഇതിൻ്റെ പെർസെൻറ്റേജ് ഇപ്പോൾ 10% ആണെങ്കിൽ 10% സാധനം 1,00,000 രൂപ തന്ന ആൾക്കാണെങ്കിൽ 10% അത് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു റിസ്ക് അതിനകത്തുണ്ട്. ഇപ്പം കമ്പനിക്കിപ്പം ഒരു വർഷം ഒരു 50,000 രൂപ ലാഭം കിട്ടി, ഒരു പ്രോഫിറ്റ് കിട്ടി. അവർക്ക് പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ ആ ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ 10% എന്ന് വെച്ചാൽ 10,000 അതിനകത്ത് നിന്ന് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ബാക്കി അതിൻ്റെ ഏണിങ്സ് വരികയും ചെയ്യും. പക്ഷേ ഒരു വർഷം 5,000 രൂപ മാത്രമേ കിട്ടിയുള്ളെങ്കിലോ ഈ 10% ഇതിൻ്റെ കൊടുക്കുമ്പം 1,00,000-ൻ്റെ 10% 10,000 കൊടുക്കേണ്ടി വരും. 5,000 അവിടെ ലോസ് വരും. ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ -10,000, അതിനകത്ത് 10,000 ലോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചില ലിമിറ്റേഷൻ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇൻ കേസ് ഓഫ് റിന്യൂവബിൾ ഡിബെഞ്ചർ, ദ കമ്പനി ഹാസ് ടു മേക്ക് പ്രൊവിഷൻ ഫോർ റീപേയ്മെൻറ്റ് ഓൺ ദി സ്പെസിഫൈഡ് ഡേറ്റ് വെൻ ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി. ചിലപ്പോൾ അത് ഒരു റെഡീമബിൾ ആയിരിക്കാം, അത് ഇത്ര നാൾ കഴിഞ്ഞിട്ട് തിരിച്ച് കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ ആ ഡേറ്റിൽ ചിലപ്പം കമ്പനിക്ക് പണം കിട്ടിയില്ലെങ്കിൽ അതൊരു റിസ്ക്കാണ്. അങ്ങനെ കൊടുക്കാൻ പണമില്ലാതെ വരും സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുപോലെ ഈച്ച് കമ്പനി ഹാസ് certain borrowing capital with the issue of debentures. The capital of a company to future borrowed fund reduced.
അതിനകത്ത് ഓരോ കമ്പനിക്കും ചില ബോറോഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ കടം വാങ്ങിയ ക്യാപിറ്റലുണ്ട്. ഇപ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ വിത്ത് ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ടു ഫ്യൂച്ചർ ബോറോയിങ് ഫണ്ട് റെഡ്യൂസ്. ഇത്ര എന്തിപ്പം സ്വന്തമായിട്ട് ഒരു 25 ലക്ഷം രൂപയുടെ ലാൻഡും ബിൽഡിങ്ങും ബാക്കി അസറ്റുകളും എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഈ 25 ലക്ഷം രൂപയുടെ അത്രയും രൂപയ്ക്ക് ബോറോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ബോറോയിങ് പവർ 25 ലക്ഷമല്ല, ഒരു 20 ലക്ഷത്തിന് മാത്രമേ ബോറോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനകത്ത് അത് ഡിബഞ്ചേഴ്സ് ഒരു 15 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് 5 ലക്ഷം രൂപയ്ക്ക് മാത്രമേ അതിന് ബോറോയിങ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു ഡിഫിക്കൽട്ടി അതിനകത്തുണ്ട്. ഈ 3 എണ്ണമേ അതിനകത്തുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമുക്കറിയാവുന്നതാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് സാധാരണയായിട്ട് നമ്മുടെ ഒരു എല്ലായിടത്തുമുള്ള സാധാരണ ഒരു ബാങ്ക്, ഒരു നാഷണലൈസ്ഡോ അല്ലാത്തതായിട്ടുള്ളൊരു ബാങ്ക്, കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാങ്ക്. ഇവിടെ കൊമേഴ്ഷ്യൽ പർപ്പസ് എന്തുവാണ്? ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്, ലെൻഡിങ് ഓഫ് മണി, ഗിവിങ് ലോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ബാങ്ക്. അപ്പം അതിൽ നിന്നും പണം റേസ് ചെയ്യാന്ന് വെച്ചാൽ ലോൺ എടുത്തുകൊണ്ടോ, ഷോർട്ട് ടൈം പീരീഡിലേക്ക് ലോൺ എടുത്തുകൊണ്ടോ, മീഡിയം പീരീഡിലേക്ക് ലോൺ എടുത്തുകൊണ്ടോ, അങ്ങനെ ലോണുകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ടോ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിനകത്ത് ക്യാഷ് ക്രെഡിറ്റ്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത, ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും, കൊമേഴ്ഷ്യൽ പേപ്പർ, കോൾ മണി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഭാഗമായിട്ട് വരുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പേപ്പറുകൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഭാഗമായിട്ട് വരുന്നത്, അതൊക്കെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് വരുന്നതാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ട് ബാങ്കിൽ നിന്നും പണം റേസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മെറിറ്റ്സ്. ഇറ്റ് പ്രിഫർഡ് ബൈ ബാങ്ക്സ് പ്രൊവൈഡ് timely assistance to business by providing fund as and when need by it. എപ്പോൾ വേണമെങ്കിലും ബാങ്ക് ഒരു ബിസിനസ്സിന് തരും. കാരണം എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കിയിട്ട് ഒരു ഏത് ബാങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വിളിച്ച് ലോൺ തരും. സാധാരണയായിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് അങ്ങോട്ട് പോയി ലോൺ വേണോ എന്ന് പറഞ്ഞ് ചോദിക്കാറില്ല. അവർക്ക് എന്തെങ്കിലും സ്വത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ. ഇപ്പം ബാങ്ക് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒരു ആൾക്ക് ഒരു 10 ലാഖിൻ്റെ സ്വത്തുണ്ട്. അങ്ങനെ സ്വത്തുള്ള ഒരാൾക്ക് ഒരു 3 ലാഖിൻ്റെ ലോൺ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളത് ഇവർക്ക് അടച്ചില്ലെങ്കിൽ ഇത്രയും ഫുൾ സ്വത്ത് അവർക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ഇപ്പം ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പം 1 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഉള്ളൂ. ആ 1 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടിക്ക് അവർ എന്തായാലും 3 ലക്ഷം രൂപയുടെ കടമൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഒരു ലാർജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോണുകളൊക്കെ ആദ്യം അടയ്ക്കേണ്ടതുമാണ്. ഒരു കമ്പനിയുടെ ഡിസ്ക്ലോഷറോ ലിക്വിഡേഷനോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ലോണുകളൊക്കെ ആദ്യം അടയ്ക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കൊക്കെ പെട്ടെന്ന് തന്നെ പണം കടം കൊടുക്കുന്ന പതിവുണ്ട്. രണ്ടാമത്, സീക്രസി ഓഫ് ദ ബിസിനസ് ക്യാൻ ബി മെയിൻറ്റൈൻഡ് ആസ് ദ ഇൻഫർമേഷൻ സപ്ലൈഡ് ടു ദ ബാങ്ക് ബൈ ദ ബോറോയിങ് ഈസ് കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. ഇത് സീക്രട്ടായിട്ട് സൂക്ഷിക്കുക. അവർക്ക് സീക്രട്സി ഉണ്ട്, അതും അതിൻ്റെ ഒരു മെറിറ്റാണ്. ബാങ്കും കസ്റ്റമറും അതൊരു കോൺഫിഡൻഷ്യലാണ്. ബാങ്ക് ടു കസ്റ്റമർ, കസ്റ്റമർ ടു ബാങ്ക്, ഇത് കോൺഫിഡൻഷ്യലാണ്. ഇത് വേറൊരാൾ അറിയത്തില്ല. ബാങ്കിൽ കസ്റ്റമർ നടക്കുന്ന ട്രാൻസാക്ഷൻ, കസ്റ്റമർ ബാങ്കിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ഒന്നും ഒരു തേർഡ് പാർട്ടി അറിയത്തില്ല. ഇത് സാധനം നമ്മുടെ ഈ വാട്സപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉള്ള കണക്ക് ഒരു തേർഡ് പാർട്ടിക്ക് ഇത് വന്ന് നോക്കാൻ പറ്റത്തില്ല.
അത് ബാങ്കിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ മാത്രമേ അത് നോക്കാൻ പറ്റത്തുള്ളൂ. അതൊരു സീക്രട്സ് അതിനകത്തുണ്ട്. തേർഡ് പോയിന്റ്, ഫോർമാലിറ്റി സച്ച് ആൻ ഇഷ്യൂ ഓഫ് ദി പ്രോസ്പെക്ടസ് ആൻഡ് അണ്ടർറൈറ്റിംഗ് are not required for raising loans from banks. Therefore, is an easier source of fund. നേരത്തെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴും ഡിവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. കുറേ സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി പോകേണ്ടി വരും. പക്ഷേ ഇത്രയും കടന്ന് ഗുലുമാലില്ല. ഒരു ലോൺ എടുക്കാൻ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ രജിസ്റ്റർ ഓഫ് കമ്പനി അറിയിച്ച് അങ്ങനെ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഒരു 10 സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടാണ് സാധാരണയായിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ഷെയറൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അത്രയും കടന്ന് പ്രശ്നങ്ങളില്ല. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഈസിയർ വേ ആണ്, ഈസിയാണ് എടുക്കാൻ. നാലാമതായിട്ട്, ലോൺ ഫ്രം എ ബാങ്ക് ഈസ് ഫ്ലെക്സിബിൾ സോഴ്സ് ഓഫ് ഫിനാൻസ് ആസ് ദി ലോൺ എമൗണ്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് അക്കോർഡിംഗ് ടു ദി ബിസിനസ് നീഡ് ആൻഡ് ക്യാൻ ബി റീപെയ്ഡ് ഇൻ അഡ്വാൻസ് വെൻ ഫണ്ട്സ് ആർ നോട്ട് നീഡ്. നമുക്കിപ്പം ലോൺ എടുക്കുകയാണ്. ലോൺ എടുക്കുമ്പോൾ ചിലപ്പം നമ്മൾ ഈട് കൊടുത്ത ഇപ്പം ഒരു 20 ലക്ഷം രൂപയുടെ ഈട് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി കൊടുത്തു. നമ്മൾ എടുത്തേക്കുന്ന ലോണ് 5 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ കറക്റ്റായിട്ട് റീപേ ചെയ്യുന്നുണ്ട്, അതിന് ഇൻട്രസ്റ്റ് ഒക്കെ റീപേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് ഒരു 3 ലക്ഷം രൂപയോ 4 ലക്ഷം രൂപയോ വേണമെങ്കിൽ പിന്നെ ചെന്ന് എടുക്കുകയും ചെയ്യാം. ഈ സെക്യൂരിറ്റിക്ക് അകത്തുള്ള എമൗണ്ട്, സെക്യൂരിറ്റിയുടെ പുറത്തുള്ള എമൗണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ ബാങ്കുമായിട്ട് നല്ല വിശ്വസ്തനൊക്കെ ആയിരിക്കണം. കുറേ ലോണുകളോ അല്ലെങ്കിൽ കുറേ ഡെപ്പോസിറ്റ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷനൊക്കെ കുറേ പ്രാവശ്യം നടന്നെങ്കിൽ മാത്രമേ സെക്യൂരിറ്റി എമൗണ്ടിനേക്കാളും കൂടുതൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പിന്നീട് നമുക്ക് ലോണിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്യാൻ ബി ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ലോൺ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലോണിൻ്റെ പ്രത്യേകത ഉണ്ട്. നമുക്കിപ്പോൾ റീപേ ചെയ്യാൻ നമുക്കിപ്പോൾ ഫണ്ടൊക്കെ കുറച്ച് ഒരു 3 ലക്ഷം രൂപ എൻ്റെ വെറുതെ അടയ്ക്കും. എൻ്റെ 8 ലക്ഷം രൂപയുടെ ലോണുണ്ട്. അപ്പം ഈ 3 ലക്ഷം രൂപ ഇപ്പം ഫണ്ട് ഒന്നും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. നേരെ കൊണ്ട് ബാങ്കിലോട്ട് ഇടുക. ബാങ്കിലോട്ട് ലോണിൻ്റെ ഭാഗമായിട്ട് കൊണ്ടിടുമ്പം അത്രയും ക്യാപിറ്റൽ എമൗണ്ട് അവിടെ, പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ കുറഞ്ഞിരിക്കും. പ്രിൻസിപ്പൽ എമൗണ്ട് അത്രയും കുറച്ചേ അതിനകത്ത് വരത്തുള്ളൂ. ബാങ്കിൻ്റെ ലോൺ കുറയും. പിന്നീട് 5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റൊക്കെ പേ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ അതൊരു റീപേയ്മെൻറ്റ് മെത്തേഡും ആൻഡ് ലോൺ ക്യാൻ ബി ഇൻക്രീസ്ഡ് അക്കോർഡിംഗ് ടു അവർ നീഡ്. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യം അനുസരിച്ച് ലോണിൻ്റെ എമൗണ്ട് കൂട്ടുകയോ വീണ്ടും കുറച്ചും കൂടി എമൗണ്ട് ലോൺ ആ സെക്യൂരിറ്റീസിന് ലോൺ എടുക്കുകയോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അധികം പൈസ കിടക്കുകയാണ് അതിപ്പോൾ കുറച്ച് പൈസ കൊണ്ടിടാമെന്ന് വെച്ചാൽ അത് ഏത് നിമിഷം കൊണ്ടിടാമെന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് ഇത്ര സമയത്തിന് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രിൻസിപ്പൽ എമൗണ്ട് അടയ്ക്കേണ്ടത് 3/6/2021 അന്ന് മാത്രമേ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇൻട്രസ്റ്റ് ഇന്ന് ഈ ദിവസമാണ് അടയ്ക്കേണ്ടത്, അതിൻ്റെ കൂടെ അടയ്ക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നും പറയത്തില്ല. നമുക്കിപ്പം ഇന്നാണ് കിട്ടിയത്, 7/6/2021 മൺഡേ ആണ് കിട്ടിയത്. മൺഡേ ആണ് നമ്മുടെ പൈസ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ മൺഡേ നമുക്ക് കൊണ്ടുപോയി അടയ്ക്കാം. അത്ര എമൗണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അടയ്ക്കുന്നോ അത്ര എമൗണ്ട് നമ്മുടെ ഇൻട്രസ്റ്റിൽ നിന്ന് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ മേജർ ലിമിറ്റേഷൻസാണ് നമ്മൾ നോക്കുന്നത്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ അത് തരുന്ന ലോണുകൾ ഒരു ടേം പീരീഡിലേക്കായിരിക്കാം. അതൊരു 15 years, അല്ലെങ്കിൽ ചിലപ്പം അത് ഒരു ഷോർട്ട് പീരീഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ 2 years ഒക്കെ ആയിരിക്കും. നമുക്ക് ചിലപ്പം അത് റിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനോ ചിലപ്പോൾ ഒരു അൺസർട്ടനോ ഡിഫിക്കൽറ്റിയൊക്കെ നമുക്ക് തോന്നിയേക്കാം. ചിലപ്പം ബിസിനസ് തന്നെ അൺസർട്ടനാണ്, ചിലപ്പം ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് അതുകൊണ്ട് തന്നെ അത് ജപ്തി വക്കിലൊക്കെ വന്നാൽ പ്രശ്നമൊക്കെ ഉണ്ടാവും. അങ്ങനൊരു പ്രശ്നമുണ്ട്. ബിസിനസ് എപ്പോഴും അൺസർട്ടനാണ്. അതുകൊണ്ട് എപ്പോഴും ഇൻട്രസ്റ്റ് പേ ചെയ്യാനകത്ത് ചിലപ്പം ബിസിനസ്സിന് കടമൊക്കെ കൂടുതൽ വന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അതൊക്കെ ഒരു ലിമിറ്റേഷനാണ്. അതുപോലെ തന്നെ ബാങ്ക്സ് മേക്ക് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി കമ്പനീസ് അഫെയർസ്, ഫിനാൻഷ്യൽ സ്ട്രക്ചർ എക്സെട്ര. ബാങ്കുകൾ നമ്മുടെ കൂടുതലായിട്ട് നമുക്ക് തെളിവ് നോക്കും. എന്നുവെച്ചാൽ ഇതിന് പ്രാപ്തിയുണ്ടോ, കമ്പനിക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള പ്രാപ്തിയുണ്ടോ, അവർക്ക് അതിന് മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, അവർക്ക് അതിന് മാത്രം ഫിനാൻഷ്യൽ സൗണ്ട് ആണോ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ അവിടെ എങ്ങനെയാണ്, ഇതൊക്കെ അവരെ പരിശോധിക്കാൻ. ആൻഡ്
ആൾസോ ആസ്ക് ഫോർ സെക്യൂരിറ്റി ഓഫ് അസറ്റ് ആൻഡ് പേഴ്സണൽ ഷെയറിറ്റീസ്. എന്നുവെച്ചാൽ അവർ സെക്യൂരിറ്റി, ഇത്ര രൂപയുടെ സെക്യൂരിറ്റി അസറ്റ് കൊടുക്കാൻ പറയും. അസറ്റ് അവർ എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എമൗണ്ട് ചിലപ്പോൾ അസറ്റിനകത്ത് നിൽക്കത്തില്ല എങ്കിൽ പേഴ്സണലായിട്ട് അവർ എഴുതി വയ്ക്കാൻ ഷെയറിറ്റി. ഇപ്പോൾ കമ്പനിക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പേഴ്സണലി ആ ആൾ അടയ്ക്കണമെന്ന് ഉള്ള എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ in some case, difficult terms and conditions are imposed by banks for the grant loan for ചിലപ്പോൾ വലിയ ലോണുകൾക്ക് വേണ്ടിയിട്ട് ചില കുറേ ടേംസ് കണ്ടീഷൻസൊക്കെ അവർ ഇമ്പോസ് ചെയ്യും. ചിലപ്പോൾ ചില റേറ്റുകൾ, അതിൻ്റെ താരിഫുകൾ, ചിലപ്പോൾ അതിൻ്റെ റീപേയ്മെൻറ്റ്, അതിൻ്റെ ടൈം, ആ കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ടീഷൻസ്, എക്സ്ട്രാ കണ്ടീഷൻസൊക്കെ വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലൊക്കെ അതിനകത്ത് മോർട്ടേജ് ഗുഡ്സിനെ സെയിൽസിനകത്ത് വരുവാണെങ്കിൽ അത് ഇമ്പോസ് ചെയ്യാം. റെസ്ട്രിക്ഷൻ മേ ഇമ്പോസ്ഡ് ഓൺ ദി സെയിൽ ഓഫ് മോർട്ടേജ് ഗുഡ്സ് ദസ് മേക്കിംഗ് നോർമൽ ബിസിനസ് വർക്കിംഗ് ഡിഫിക്കൽട്ട്. മോർട്ടേജ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ പണപരമായിട്ടുള്ള ഗുഡ്സുകൾ ചിലപ്പോൾ അതിനൊക്കെ വിൽക്കുവാനുള്ള തടസ്സം അവർ സെയിലിന് സമ്മതിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൈസ അടച്ചിട്ടില്ല എങ്കിൽ ചിലപ്പം ആ മോർട്ടേജ് ഗുഡ്സ് സെയിൽ ചെയ്യാൻ പോലും സംഭവിക്കത്തില്ല. അതിന് മേൽ വരെ ഇമ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വിൽ ബി ഓൺ നെക്സ്റ്റ് വീഡിയോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതും കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.